പ്രിയപ്പെട്ട സാലിം ബുർഹാനി ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. വലിയ മഹാപണ്ഡിതനാണ്, ധാരാളം കിതാബുകൾ രചിച്ച മഹാനാണ്. അവസാനമായി 12ഓളം വാല്യങ്ങൾ വരുന്ന വലിയൊരു കിതാബിന്റെ പണിപ്പുരയിലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. നമ്മുടെ മദനീയത്തിലെ സ്ഥിരം മെമ്പറായിരുന്നു. ഉസ്താദിന്റെ കുടുംബം നമ്മുടെ മദനീയത്തിന്റെ കുടുംബമാണ്. അല്ലാഹുവേ, ഈ തിങ്കളാഴ്ച രാവ് സാലിം ബുർഹാനി ഉസ്താദിന്റെ ഖബറിലെ 1ാമത്തെ രാവാണ്. യാ അല്ലാഹ്, ഒരുപാട് കടമുണ്ടായിരുന്നു നമ്മുടെ ബോവിക്കാനം കബീർ ഹിമമി സഖാഫി ഉസ്താദ് അവറുകൾ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് വേണ്ടി ഒരു വോയിസ് റെഡിയാക്കുകയും ഒരു വീഡിയോ റെഡിയാക്കുകയും അൽഹംദുലില്ലാഹ് അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഉസ്താദിനെ പലരും സഹായിക്കുകയും ഉസ്താദിന്റെ കടം ഏകദേശം തീരുകയും ഒക്കെ ചെയ്ത സന്തോഷ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞവരാണ്. അല്ലാഹുവേ, അതിനുവേണ്ടി സഹായിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച ഹിമമി ഉസ്താദിനടക്കം എല്ലാവർക്കും നീ ഖൈറാത്തുകളും ബറക്കാത്തുകളും നൽകണേ അല്ലാഹ്. സാലിം ബുർഹാനി ഉസ്താദിന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനുകളും ഇനി ചൊല്ലാനിരിക്കുന്ന ദിക്റുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹുവേ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് ഈ തിങ്കളാഴ്ച രാവ്, ആദ്യത്തെ രാവ് മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. വിശാലമായ ഖബറാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ ഭാര്യയും മക്കളുമെല്ലാം മദനീയത്തിന്റെ ആളുകളാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കും മക്കൾക്കും എല്ലാവർക്കും നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. നേരിട്ട് ഉസ്താദിനെ പലപ്പോഴായി കണ്ടിട്ടുണ്ടെങ്കിലും ഈ അസുഖബാധിതനായതിനു ശേഷം ഉസ്താദിനെ നേരിട്ടിൽ കാണണമെന്നും റമദാൻ കഴിഞ്ഞ് എന്തായാലും ഉസ്താദിന്റെ അടുക്കലൊന്ന് പോകണമെന്നും ഒക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ മറ്റൊന്നാണ്. മകൻ വിളിച്ച് നമ്മുടെ ഖുതുബിയത്തിലേക്ക് ഒരാടിനെ നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാഷുകളൊക്കെ മകൻ അയച്ചു കൊടുത്ത് അങ്ങനെയുള്ള മദനീയത്തിന്റെ കുടുംബമാണ്. അല്ലാഹുവേ, എല്ലാ സന്തോഷങ്ങളും എന്നെ കാണാനും ഉസ്താദ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹനാ സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിർ